വാർത്തകളിലേക്ക് മാറിക്കൊണ്ട് ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിലേക്ക് എത്തും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിക്കും. നാളെ രാവിലെ ഹെലികോപ്റ്ററിൽ നിലയ്ക്കലിലേക്ക് പോകുന്ന രാഷ്ട്രപതി ഉച്ചയോടെ സന്നിധാനത്തെത്തും. അരുൺ തന്നെയാണ് വിശദാംശങ്ങൾ നൽകുന്നത്. അരുൺ, എത്ര മണിയോടുകൂടിയായിരിക്കാം രാഷ്ട്രപതി എത്താൻ സാധ്യത? തിരുവനന്തപുരത്ത് എങ്ങനെയായിരിക്കാം നിയന്ത്രണങ്ങൾ? 6 മണിയോടുകൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു തലസ്ഥാനത്തെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും ചേർന്ന് വിമാനത്താവളത്തിൽ അവരെ സ്വീകരിക്കും. വളരെ പ്രധാനപ്പെട്ട പരിപാടികൾക്കായാണ് രാഷ്ട്രപതി കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല ദർശനം തന്നെയാണ്. പമ്പയിൽ നിന്ന് കെട്ടുകെട്ടി 18-ാം പടി ചവിട്ടി രാഷ്ട്രപതി നാളെ ഉച്ചയോടുകൂടി 11 മണിയോടുകൂടി സന്നിധാനത്തെത്തുന്ന ക്രമീകരണങ്ങൾ. ഇന്ന് വൈകിട്ടെത്തുന്ന രാഷ്ട്രപതി രാജ്ഭവനിൽ താമസിക്കും. അവിടെ നിന്ന് രാവിലെ ഹെലികോപ്റ്ററിലാകും നിലയ്ക്കലിലേക്ക് പോവുക. നിലയ്ക്കൽ ഹെലിപാഡിൽ രാഷ്ട്രപതി ഇറങ്ങുകയും അവിടെ നിന്ന് റോഡ് മാർഗം പമ്പയിലേക്ക് പോവുകയും ചെയ്യും. പമ്പയിൽ കെട്ടുനിറയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. അവിടെ രാഷ്ട്രപതി അവർക്കൊപ്പവും നേരത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും രാഷ്ട്രപതിക്കൊപ്പം കെട്ടുനിറച്ച് സന്നിധാനത്തേക്ക് എത്തുമെന്ന സൂചനയുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരം വിവരങ്ങൾ ലഭ്യമല്ല. അദ്ദേഹം ശബരിമലയിലേക്ക് പോകുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും രാഷ്ട്രപതി കെട്ടുനിറച്ച് 18-ാം പടി ചവിട്ടി സന്നിധാനത്തെത്തും. പൂർണ്ണ കുംഭം നൽകി ദേവസ്വം ബോർഡും സർക്കാരും ശബരിമലയിൽ സന്നിധാനത്ത് 18-ാം പടിക്ക് മുകളിൽ കൊടിമര ചൂടിന് താഴെ രാഷ്ട്രപതി സ്വീകരിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി രണ്ടാമത്തെ ആളാണ് സന്നിധാനത്തേക്ക് എത്തിയത്. വി ഗിരി സന്നിധാനം സന്ദർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും സന്നിധാനത്ത് എത്തുകയാണ്. ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ശബരിമലയുടെ പ്രശസ്തിയും വലിയ രീതിയിൽ ഉയർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വൈകാതെ ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശബരിമലയിലേക്ക് എത്തിയേക്കുമെന്ന സൂചനകളുമുണ്ട്. അതിന്റെ ഒരു തുടക്കമാകാം ഒരുപക്ഷെ രാഷ്ട്രപതി എത്തുന്നത്. നമുക്കറിയാം, വിവാദങ്ങൾ നിൽക്കുന്ന ശബരിമലയെ മറ്റു തരത്തിലേക്ക് രാഷ്ട്രപതി സന്ദർശനം മാറ്റുമെന്ന് തന്നെയാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. നാളെ ശബരിമലയിൽ അവർ വീണ്ടും തലസ്ഥാനത്തേക്ക് എത്തി രാജ്ഭവനിൽ വിശ്രമിക്കും. മറ്റന്നാൾ 2 പരിപാടികൾ അവർ പങ്കെടുക്കുന്നുണ്ട്. ഒന്ന്, KR നാരായണന്റെ മുൻ രാഷ്ട്രപതി മലയാളി കൂടിയായ KR നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്യുകയാണ്. രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായിരിക്കെയാണ് മലയാളിയായ KR നാരായണന്റെ പ്രതിമ രാജ്ഭവനിൽ വയ്ക്കാൻ നിർദ്ദേശം അന്നത്തെ ഗവർണറായിരുന്ന മുഹമ്മദ് ആരിഫ് മുഹമ്മദ് ഖാനോട് നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ KR നാരായണന്റെ പ്രതിമ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചത്. അത് നാളെ രാഷ്ട്രപതി രാജ്ഭവനിൽ അനാച്ഛാദനം ചെയ്യും. അതിനുശേഷം അവർ ശിവഗിരിയിൽ ഒരു പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പരിപാടികൾക്കായാണ് രാഷ്ട്രപതി തലസ്ഥാനത്തേക്ക് എത്തുന്നത്. മറ്റന്നാൾ ഈ ശിവഗിരിയിലെ പരിപാടി കഴിഞ്ഞ ശേഷം അവർ കുമരകത്തേക്ക് പോകുന്നുണ്ട്. അവിടെ 2 പരിപാടികളിൽ രാഷ്ട്രപതി കോട്ടയം ജില്ലയിലും പങ്കെടുക്കും. യെസ്, അത് തന്നെയാണ്. അങ്ങനെ 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി കേരളത്തിലേക്ക് എത്തുമ്പോഴേക്കും രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. വി ഗിരിക്ക് ശേഷം ദ്രൗപദി മുർമുവും കൂടി സന്നിധാനത്ത് എത്തുന്നതോടുകൂടി ശബരിമലയുടെ പ്രശസ്തി അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്കും എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വൈകുന്നേരം 6 മണിയോടുകൂടി തലസ്ഥാനത്തേക്ക് എത്തുന്ന രാഷ്ട്രപതിയെ ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിക്കും. അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്.